അതിനായിട്ട് ഹീറോയ്ക്ക് നിറയെ ലാംഗ്വേജ് ഒരു ഹീറോയിനൊക്കെ ചൈനീസിൽ വന്നായിരുന്നു. ഇവൻ്റെ പേര് ഇതാണ് പറയായിരുന്നു. ഹീറോ ചൈന എനിക്കിഷ്ടമല്ല, ഇവൻ ജാപ്പനീസാണ്, ചേ എന്ന് പറയായിരുന്നു. തായ്ലൻഡ് ചേ എന്ന് പറയായിരുന്നു ഹീറോയിൻ. കൊറിയ പറയുന്നത് ഇവനെ എനിക്ക് പിടിച്ചില്ല എന്ന് പറഞ്ഞ് ഫോട്ടോ ഇങ്ങനെ ചേഞ്ച് ആക്കുമ്പോൾ അതൊരു വീണ്ടും ഫോട്ടോ കണ്ടായിരുന്നു. ഹീറോയിനെ കാണുന്ന ലൈറ്റ് പോലെ കത്താൻ തുടങ്ങി. ഇനി ആദ്യം ചേഞ്ച് ആക്കാൻ നോക്കുമ്പോൾ ഫോട്ടോ കാണും ഇവളെ എടുക്കാൻ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ നോക്കുന്നതാ ഒന്ന് ഇപ്പിച്ചായിരുന്നു. ഇവന് പേര് കിം ടാം. ചിത്രമാണ് ചിത്രമാണോ എന്ന് പറഞ്ഞ് ഹീറോയിൻ മേടിച്ചു ട്രെയിൻ ഇയർ പഠിക്കണം. ഇവനക്ക് ഗേൾ നോക്കിയായിരുന്നു. ഇവനക്ക് ഫോട്ടോസ് നിൻ്റെ ഫോട്ടോ സെലക്ട് ആക്കിയ എന്തിനറിയില്ല, കുറച്ചൊരു പ്രശ്നമുണ്ട് എന്ന് പറയാന് ഹീറോയിൻ എന്നോട്. എന്താ? എൻ്റെ ഇവൻ്റെ ഫാമിലി സെലക്ട് ആക്കിയത്. അതുമാത്രമല്ല നീ കുറേ പോയി ഡേറ്റിങ് ചെയ്യണം. ഡേറ്റിങ് അതൊന്ന് സെറ്റാടാൻ അറിയണം. പറഞ്ഞേക്കിപ്പം അവൻ്റെ മമ്മിക്ക് ഡാഡിക്ക് എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. കണ്ടിട്ട് എന്നോട് പറയായിരുന്നു ഈ ഫുൾ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് മൊത്തം വേണം. പ്രശ്നമൊന്നുമില്ല, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ ഫാമിലിക്ക് കുറച്ച് ഡേറ്റിങ് ചെയ്യണം. എന്തിനാ ഡേറ്റിങ്ങാ? ശരി ഓക്കെ ഹീറോയി പറയുന്നു എന്ന് പറയായിരുന്നു. ശരി ഓക്കെ ഡേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ വീക്ക് കോൾ വന്നായിരുന്നു. ഹലോ അമ്മ, മോം എന്താ? ഇല്ലപ്പാ നിനക്കൊരു കാര്യം പറയട്ടോ, നീ ഇന്ത്യക്ക് പോടാ എന്ന് പറയായിരുന്നു. ഡാഡ് എന്ന് ഞാൻ ഇന്ത്യക്ക് പോകാൻ പറഞ്ഞ ഇല്ലടാ ഇവിടെ കുറച്ചൊരു ബിസിനസ്സോ കാര്യമുണ്ടോ, നീ ഇന്ത്യക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പ്ലേസിലേക്ക് പോകും എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. എന്തിനാ പോകാൻ പറഞ്ഞത്? വീക്ക് ഒന്നും അറിയില്ല. അങ്ങനെ വീക്ക് 2 ഫ്രണ്ട്സ് കൂടെ വന്നായിരുന്നു. എന്തോ ഒരു ഡാഡി ഒരു പ്ലാനാ എന്ന് പറഞ്ഞ് വി വന്നായിരുന്നു. അങ്ങനെ വീക്ക് ഒന്നും അറിയില്ലായിരുന്നു. വി വന്നായിരുന്നു. അങ്ങനെ ഏറ്റവും ഹോട്ടലിൽ താമസിച്ചായിരുന്നു. നീ എന്നിട്ട് ഇവിടേക്ക് വരാൻ പറയായിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് തുടങ്ങി. ഒരു ഗേൾ വരുമെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് വെയിറ്റ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വന്നായിരുന്നു. വി നോക്കായിരുന്നു. ആരായി ഗേള് എന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവളാ എന്ന് പറഞ്ഞ് തീരായിരുന്നു. ഒരു വോയിസ് കേൾക്കായിരുന്നു. തിരിഞ്ഞു നോക്കും. ഹീറോയിനെ നോക്കിയിട്ട് മൊത്തത്തിൽ ഫ്ലാറ്റായിരുന്നു. ആരാ ഇത് എന്ന് പറഞ്ഞ വി ഇത് ഷാക്കായിരുന്നു നോക്കാൻ തുടങ്ങി. എനിക്കൊരു മാതിരിയാവുമല്ലോ എന്ന് പറഞ്ഞ് വെച്ച് കണ്ണെടുക്കാതെ ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയിനെ കണ്ട വീക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി, ഓഹോ കഥ അങ്ങനെ പോകുന്നുണ്ടോ. ഹരി ഞാൻ പറഞ്ഞ മതി ചെയ്യണം. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഹോട്ടലെല്ലാം ബുക്ക് ചെയ്തായിരുന്നു. അതെ ഹീറോയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എടി ഹോട്ടൽ റെഡി ആണോ? റെഡി ഇടി മച്ചി എന്ന് പറയായിരുന്നു. എൻ്റെ ഡാഡി ഹോട്ടലല്ല ഓക്കെ ഡി എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോ വന്ന് വേറെ സീറ്റിൽ പോയിട്ടിരുന്നായിരുന്നു. ആദ്യത്തോട്ടേ പോയിട്ടിരുന്നതിന് ആദ്യമൊക്കെ എന്തിടിയിരുന്ന വീട് ചേഞ്ച് ആയിരുന്നു. എടി നീ പോയിക്കോന്ന് പറയായിരുന്നു. ഹായ് സർ എന്ന് പറയായിരുന്നു. ഹായ് എന്ന് വീക്ക് കൺഫ്യൂസ് ആയി. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ സർ ഇരുന്നോ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ ആദ്യയോടെ സംസാരിക്കായിരുന്നു. വീക്കൊന്നും എനിക്ക് ഇവളെ പിടിച്ചല്ലോ, എന്ത് ഒരു വിളി ഇവളാ എന്ന് പറയായിരുന്നു. അങ്ങനെ വീക്ക് കുറച്ച് നേരം കാക്ക തുടങ്ങിയായിരുന്നു. ഹീറോയിൻ വീണ്ടും അങ്ങനെയായിട്ട് ആദ്യയോടെ സംസാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നിട്ട് വീണ്ടും അടുത്ത് സ്കിമി എന്ന് പറയുന്നു. സ്കിമി എന്ന് പറഞ്ഞ് ഹായ് സാർ എനിക്ക് കോൾ വന്നു എന്ന് പറഞ്ഞ് അവ പോയായിരുന്നു. ഹായ് ഞാനാണ് പേര് പറയാനും വീക്ക് ഹാപ്പിയായിരുന്നു. ഒരുപാട് ഇവളാന്ന് പറയുന്നു. ഇത് നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഓക്കെ മാത്രം ഡേറ്റ് ചെയ്യാം, ഇല്ല വേണ്ടെന്ന് പറയാം എന്ന് ഹീറോ പറയായിരുന്നു. ഇത് കേട്ട് തലാട്ടോ ഓക്കെ എനിക്ക് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എത്ര പേരും ഓക്കെ എന്ന് പറയില്ലല്ലോ, കുറേ ഗേൾസ് റിജക്റ്റ് ചെയ്തല്ലോ, എന്താ ഇത്രക്കോ എന്ന് ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെ ഹീറോയും കൂടെ ജോളിയായിട്ട് ഡേറ്റിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി.